பார்த்து ஆராதிப்பே, என் ஹிருதயம் தந்து ஆராதிப்பே. தூயாவியே ஊற்றும் தண்ணீரே, இரக்கமுள்ள பெரிய தேவரே, தூயாவியே ஊற்றும் தண்ணீரே, இரக்கமுள்ள பெரிய தேவரே, உம்முகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ஆராதிப்பே, உம்முகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ആരാധിപ്പേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നിങ്ങൾക്കുള്ള വചനം സങ്കീർത്തനങ്ങൾ 14 2 വാക്യവും അതിൻ്റെ 7 വാക്യവുമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഈ വചനം കേട്ടോ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. ദൈവം ഇല്ല എന്ന് മൂടൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ ദൈവം അതിൻ്റെ ഇടയിൽ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? സമ്പത്ത് അന്വേഷിക്കുന്നവരുണ്ടാകാം, ജോലി അന്വേഷിക്കുന്നവരുണ്ടാകാം, നല്ല വഴി അന്വേഷിക്കുന്നവരുണ്ടാകാം. പക്ഷെ ദൈവം നോക്കുന്നത് എന്നെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളവരുണ്ടോ എന്ന് നോക്കാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. പക്ഷെ ഇന്ന് നിങ്ങളെ കർത്താവിൻ്റെ കണ്ണിൽ പെടും. കാരണം ഈ വചനം നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് തന്നെ ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഈ ഒരു ചെറിയ സന്ദേശത്തിലൂടെ എന്നോടൊരു ശബ്ദമുണ്ടോ എന്നൊക്കെ കേൾക്കാനല്ലേ നിങ്ങളിരിക്കുന്നേ? ഉറപ്പായിട്ട് ദൈവം നിങ്ങളെ നോക്കുന്നു. കർത്താവ് നിങ്ങളെ കണ്ടാൽ പിന്നെ പ്രശ്നങ്ങൾ തീരത്തില്ലേ? ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളെ കണ്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്ത വചനം കൂടെ പറയുകയാണ്. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി മാറും. അവിടെ ഒരു വാക്കുണ്ട്, തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ. എന്നും ഇങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല, അങ്ങനെ കിടത്തത്തില്ല ദൈവം. സ്ഥിതി മാറ്റും, അവസ്ഥകൾ മാറ്റും. അന്ന് അത് കണ്ട് സന്തോഷിക്കാൻ ഒത്തിരി പേരുണ്ടാവും, അത് കണ്ട് ആനന്ദിക്കാൻ ഒത്തിരി പേരുണ്ടാവും. യെസ്, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ നിമിത്തം ഒത്തിരി പേർ സന്തോഷിക്കാൻ പോവാം, നിങ്ങൾ നിമിത്തം ഒത്തിരി പേർ ആനന്ദിക്കാൻ പോവാം. ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ചു. ആമേൻ. നിങ്ങൾ ഒത്തിരി സക്സസ് ആണ്, നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാവിലെ സമയം കർത്താവെ, അങ്ങ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയും. കർത്താവെ, ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുന്നു. അങ്ങേ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അങ്ങേ കണ്ടെത്തും. യേശുവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അതങ്ങയുടെ വാഗ്ദത്തമാണ് കർത്താവെ. അങ്ങേ അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിതികൾ മാറും, ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറും, ഞങ്ങളുടെ അവസ്ഥകൾ മാറും, പ്രതികൂലങ്ങളെല്ലാം മാറും. കാരണം നീ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. യേശുപ്പ നന്ദി പറയുന്നു കർത്താവെ. കർത്താവ്, ഞങ്ങളുടെ സ്ഥിതി മാറുമ്പോൾ അനേകർ അത് കണ്ട് സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുവാൻ പോകുന്നതിന് നന്ദി പറയും. ഞങ്ങളെ അനേകർക്ക് ഒരു സന്തോഷ വിഷയമായി, ഒരു ആനന്ദത്തിന് പാത്രമാക്കി ഞങ്ങളെ മാറ്റുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. ഞാനൊരു മൂഢനല്ല, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. എൻ്റെ സ്ഥിതി മാറും, എൻ്റെ അവസ്ഥ മാറും. ആമേൻ. ഞാൻ അനേകർക്കൊരു സന്തോഷമാകും, ഞാൻ അനേകർക്കൊരു ആനന്ദമാകും. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സ്ഥിതി മാറട്ടെ,
ആമേൻ. അവസ്ഥകൾ മാറട്ടെ. ആമേൻ. ഇവർ അനേകരുടെ ചിരിയായി മാറട്ടെ, സന്തോഷമായി മാറട്ടെ, ആമേൻ. ആനന്ദമായി മാറട്ടെ. ആമേൻ. കർത്താവെ, എല്ലായിടത്തും ഇവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാകട്ടെ. ആമേൻ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, എല്ലാ സമയത്തും കർത്താവിനെ അന്വേഷിക്കുന്ന, ദൈവത്തെ തിരയുന്ന ഒരു ഹൃദയം പ്രിയ മക്കൾക്ക് കൊടുക്കണമേ. കർത്താവ്, ഇന്ന് ഇവർ ഈ വചനം കേട്ടതുകൊണ്ട് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിന്ന് ചെയ്യുന്ന ജോലി, ഇവരുടെ ഇന്നത്തെ ആമേൻ ഉത്തരവാദിത്തങ്ങൾ, ഇന്ന് ഇവർ പോകുന്ന എല്ലാ ബന്ധങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ. മറക്കരുത്, ഈ വചനം നിങ്ങൾ പറയുക, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്, ദൈവം എൻ്റെ സ്ഥിതിയെ മാറ്റും, ഞാൻ അനേകർക്കൊരു സന്തോഷമാണ്, ഞാൻ അനേകർക്കൊരു ആനന്ദമാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. ശലോം.